ഹലോ ഫ്രണ്ട്സ്, ഞാൻ Sreyas Yatheendran. അപ്പോൾ പുതുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി ഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ഫോണാണ്. അപ്പോൾ ഈ പ്രൈസ് റേഞ്ച് അധികം സ്പെക്കുള്ള വേറെ ഫോൺ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനത്തെ അടിപൊളി സ്പെക്കുള്ള ഒരു ഫോണാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഫോൺ എന്ന് പറയുന്നത് Moto G32 എന്ന് പറഞ്ഞ ഫോണാണ്. അപ്പോൾ ഇതിന് ജസ്റ്റ് അൺബോക്സിങ്, അതേപോലെ തന്നെ ജസ്റ്റ് ഫസ്റ്റ് ഇംപ്രഷനാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. വീഡിയോയ്ക്ക് ഇറക്കുന്ന ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അതിന് നോട്ടിഫിക്കേഷൻ ഇല്ല. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതേ ഈ ഒരു രീതിയിലാണ് നമ്മുടെ Moto G32 ബോക്സ് വരുന്നത്. അപ്പോൾ ഇവിടെ മോട്ടോളയുടെ ലോഗോ കാണാം. പിന്നെ അടിയിൽ Moto G32 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ മോട്ടോള എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിലായിട്ട് ഇതിൻ്റെ പ്രൈസും ബാക്കി സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അടിഭാഗത്തായിട്ട് അതിൻ്റെ കുറച്ച് സ്പെക്ക് കൊടുത്തിട്ടുണ്ട്. Moto G32 സ്മൂത്ത് 90 Hz ഡിസ്പ്ലേ ഉണ്ട്, HD+ ഡിസ്പ്ലേ ആണ്. പിന്നെ അതേപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കർ ഉണ്ട്, 5000 mAh ബാറ്ററി ഉണ്ട്, ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഫോൺ കാണാൻ പറ്റും. അപ്പോൾ ഫോൺ നമ്മൾ റെഡ് കളറാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോൺ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് നമ്മുടെ ബോക്സിൻ്റെ ഉള്ളിലുള്ള എന്താണെന്ന് നോക്കാം. അപ്പോൾ ബോക്സിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇത് ചാർജറാണുള്ളത്, ചാർജറും പിന്നെ അതേപോലെ തന്നെ ടൈപ്പ് സി ചാർജിങ് കേബിളാണുള്ളത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ബോക്സിലുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫോൺ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റിക്കർ ഒന്ന് വെച്ച് കളയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇങ്ങനെ കേസിലിട്ടിട്ടാണ് നമുക്ക് ഫോൺ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കേസ് ഊരിയിട്ട് അതിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കേസ് ഊരിയുള്ള ലുക്ക്. നല്ല അടിപൊളി പ്രീമിയം ലുക്ക് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന മെറൂൺ എന്ന് പറഞ്ഞ കളറാണ്. അപ്പോൾ റെഡ് പോലത്തെ ഒരു കളറാണ്. അപ്പോൾ നല്ല അടിപൊളി ലുക്കാണ്. കാണുമ്പോൾ നമുക്ക് റെഡ് എന്നാണ്, പക്ഷേ അതിൻ്റെ പേര് വരുന്നത് മെറൂണാണ്. അപ്പോൾ ഇത് അടിപൊളി ഒരു കളറാണ്, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ബാക്കിൽ നമുക്ക് 3 ക്യാമറ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് നമ്മുടെ ഫിംഗർ പ്രിൻറ്റും അതേപോലെ തന്നെ പവർ ബട്ടണും കൂടി രണ്ടും കൂടി ഒരുമിച്ചുള്ളതുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വോളിയം ബട്ടൺ ഉണ്ട്. പിന്നെ അടിയിൽ നമുക്ക് സ്പീക്കർ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ട് ഉണ്ട്. പിന്നെ സൈഡിൽ നമുക്ക് സിമ്മും മെമ്മറി കാർഡും ഇതാണ് സംഭവം. പിന്നെ മുകളിൽ നമുക്ക് ഡോൾബി അറ്റ്മോസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അതായത് ഓണാവുന്നത് കാണാൻ അങ്ങനെ നല്ല രസമാണ്, അങ്ങനെ അടിപൊളിയായിട്ട് ഓണാണ്. അപ്പോൾ നമ്മുടെ ഫോൺ ഓൺ ആയിട്ട് ഇവിടെ ഫസ്റ്റിൻ്റെ ഇവിടെ ടൈം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഫുൾ ബ്രൈറ്റ്നസ് ഇട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോൺ ഈ ഒരു കളർ കൂടാതെ പിന്നെ ബ്ലാക്കും അതേപോലെ തന്നെ സിൽവറും അതേപോലെ തന്നെ ഗോൾഡ് കളറിൽ അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ സ്റ്റോറേജ് വെർഷൻ 4GB 64GB അതേപോലെ തന്നെ 8GB 128GB ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 8GB 128GB വേരിയൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് 8GB 128GB വേറെ ഒറ്റ മൊബൈലും ഞാൻ കണ്ടില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴ്ത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഫോൺ എടുത്തത് 9999 രൂപയാണ്. അതായത് 10000 രൂപയുടെ താഴെ 8GB 128GB നമുക്ക് ഈ ഒരു ഫോൺ കിട്ടും. പിന്നെ അതേപോലെ നല്ല അടിപൊളി സ്പെക്കും ഈ ഒരു ഫോണിലുണ്ട്. അതിൻ്റെ സ്പെക്കൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ ഇത്ര അടിപൊളി ഫോണുണ്ട് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ബോക്സ് പ്രൈസ് നോക്കണമെങ്കിൽ ഏകദേശം 19,000 20,000 അടുത്ത് വരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ നല്ല ഓഫറിന് നമുക്ക് ഈ ഒരു ഫോൺ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞാൽ 10,000 രൂപയ്ക്കൊക്കെ ആ റേഞ്ചിലൊക്കെ നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങാൻ പറ്റും. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഇതിൻ്റെ സ്പെക്കുകളൊന്നും ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.5 ഇഞ്ചാണ്, ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. പിന്നെ അതേപോലെ തന്നെ 90 Hz റിഫ്രഷ് റേറ്റ് നമുക്ക് ഈ ഡിസ്പ്ലേയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ്. കളേഴ്സൊക്കെ നല്ല രീതിയിൽ നമുക്ക് നല്ല സാച്ചുറേഷൻ നല്ല കോൺട്രാസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഒരു HD വീഡിയോ ആണ് ഇപ്പോൾ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ പ്രോസസ്സർ ഇതിൻ്റെ സ്നാപ്ഡ്രാഗൻ്റെ 680 ആണ്. അപ്പോൾ അത്യാവശ്യം ഒരു മിഡ് റേഞ്ചിലുള്ള ഒരു നല്ലൊരു പ്രോസസ്സറാണ് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 680 എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് 8GB റാമും അതേപോലെ തന്നെ 128GB റോമും അതായത് നമ്മുടെ സ്റ്റോറേജ് ഉള്ളൊരു വേരിയൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് SD കാർഡ് ടെസ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഒരു 1TB വരെയൊക്കെ നമുക്ക് ഇതിൻ്റെ സ്റ്റോറേജ് SD കാർഡ് ഉപയോഗിച്ച് ടെസ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 5000 mAh ബാറ്ററിയാണ്. അതേപോലെ തന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫോൺ ചാർജ് ആക്കി എടുക്കാം. പിന്നെ അതേപോലെ തന്നെ ബാറ്ററി നല്ല രീതിയിൽ ബാക്കപ്പ് നിൽക്കും. കാരണം ഇത് നമുക്ക് നോക്കിയാൽ ഇത് സ്റ്റോക്ക് ആൻഡ്രോയിഡാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഫോൺ യൂസ് ചെയ്യാണ്ട് വെച്ചാലൊന്നും തീരെ ബാറ്ററി കുറയില്ല. നിങ്ങൾ വേറെ കുറേ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് അത് മോട്ടോറയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സ്പീക്കർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സ്പീക്കർ വരുന്നത് നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. അതേപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു പാട്ട് വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം.
അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നല്ല ലൗഡായിട്ടുള്ള നല്ല അടിപൊളി സൗണ്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ സൗണ്ട് ക്വാളിറ്റിൻ്റെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ സൗണ്ടിൻ്റെ കാര്യത്തിലൊന്നും പ്രശ്നമില്ല, നല്ല അടിപൊളിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് വരുന്നത്. ആൻഡ്രോയിഡ് 12 ആണ് ഇത് നമുക്ക് വാങ്ങുമ്പോൾ തന്നെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇനി ഇതിൽ മെയിനായിട്ട് നോക്കാനുള്ളത് ഇതിൻ്റെ ക്യാമറയാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ ബാക്കിൽ 3 ക്യാമറയാണ് ഉള്ളത്. അപ്പം 50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയുണ്ട്, 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒരു 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറയാണ് ബാക്കിലുള്ളത്. പിന്നെ ഒരു ഫ്ലാഷ് ലൈറ്റും ഉണ്ട്. പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ 16 മെഗാ പിക്സലിൻ്റെ ഇൻ ഡിസ്പ്ലേ ഒരു ക്യാമറയുണ്ട്. അപ്പോൾ അതായത് നമുക്ക് ഇതിൻ്റെ ക്യാമറ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് എടുക്കാം. അപ്പോൾ ഇത് ക്യാമറ ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇത് അൾട്രാ വൈഡാണ്, അതേപോലെ തന്നെ ഇത് നോർമലാണ്, 1x ആണ്. സൂം നമുക്ക് 8x സൂം വരെ നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടും. അപ്പോൾ വീഡിയോ നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് 1080p at 30 fps ആണ്. ബാക്ക് ക്യാമറയിലും ഫ്രണ്ടിലും ഒക്കെ നമുക്ക് 1080p at 30 fps ഷൂട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൽ സ്ലോ മോഷൻ ഉണ്ട്, പിന്നെ വീഡിയോ, ഫോട്ടോ, പിന്നെ പോർട്രേറ്റ് മോഡ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സാമ്പിൾസ് ഞാൻ ഇതിന് ശേഷം ഈ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ പ്രോ മോഡ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ മോഡ് എടുത്ത സ്പോർട്ട് കളർ, നൈറ്റ് വിഷൻ, പനോരമ, ഗ്രൂപ്പ് സെൽഫി, പിന്നെ നമ്മൾ അൾട്രാ റെസൊല്യൂഷൻ അതായത് 50 മെഗാ പിക്സലിൻ്റെ, പിന്നെ ഡ്യുവൽ ക്യാപ്ചർ ഉണ്ട്. അതേപോലെ തന്നെ അതായത് നമ്മുടെ ഫ്രണ്ടും ബാക്കും ക്യാമറ നമുക്ക് ഒരുമിച്ച് ഫോട്ടോ എടുക്കാനൊക്കെ ഉപയോഗിക്കാം. പിന്നെ ടൈം ലാപ്സ് ഉണ്ട്, സ്പോർട്ട് കളർ ഉണ്ട്, ഡ്യുവൽ ക്യാപ്ചർ വീഡിയോയിലുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഡ്യുവൽ ക്യാപ്ചർ വീഡിയോ വരുന്നത്. അപ്പോൾ ഇവിടെ ബാക്കിലും അതേപോലെ തന്നെ ഫ്രണ്ടിലും നമുക്ക് വീഡിയോ, ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും വീഡിയോ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ക്യാമറയുടെ ബാക്കി സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയുടെ ഔട്ട് അതായത് സാമ്പിൾസ് നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയി. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനകത്ത് നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങളായി താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്താം. അപ്പോൾ അടിപൊളി കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.